എന്താണ് പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ കുടുംബജീവിതങ്ങളിൽ ദാമ്പത്യം തകർന്നു പോകുന്നത്? വിവാഹം നടന്ന മാസങ്ങൾ പിന്നിടുക്കുമ്പോഴേക്ക് ന്യൂ ജനറേഷൻ വധൂവരന്മാർക്ക് ഒത്തുപോകാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഇത്രത്തോളം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ തലാഖിൻ്റെ കേസുകൾ വർദ്ധിക്കുന്നത്? ആർക്കും കുറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ 2 വാക്ക് പറയുന്ന ഭാര്യയാണ് ഇന്നുള്ളത്. ഭാര്യ 2 വാക്ക് പറഞ്ഞാൽ അതിന് 4 വാക്ക് പറയുന്ന ഭർത്താവാണ് ഇന്നുള്ളത്. ആരുടെയും മുമ്പിൽ ചെറുതായി കൊടുക്കാനോ ഒന്ന് വിനയം കാണിക്കാനോ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുവാനോ താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ വിവാഹത്തെക്കാളപ്പുറം ഇന്ന് ത്വലാഖാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതങ്ങളിൽ അസ്വാരസ്യം പുകയുകയാണ്. ആരെയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കുറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറല്ല. ബാപ്പക്ക് കുറഞ്ഞു കൊടുക്കാൻ മക്കൾ തയ്യാറല്ല. മക്കളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്തുകൊണ്ട് സഹനം പാലിക്കാൻ രക്ഷിതാക്കളും തയ്യാറാകുന്നില്ല. ഉമ്മമാർക്ക് മരുമക്കളെ തീരെ സഹിക്കാൻ പറ്റുന്നില്ല. മരുമക്കൾക്കാവട്ടെ അമ്മയെ ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. നോക്കൂ നിങ്ങൾ, കുടുംബജീവിതങ്ങളിൽ പൊട്ടലുകളും ചീറ്റലുകളും വർദ്ധിക്കാൻ കാരണമായത് സഹനം എന്ന് പറയുന്ന ഗുണം കുടുംബജീവിതത്തിൽ നിന്ന് എന്നോ നാട് നീങ്ങി ഒഴുകിപ്പോയിട്ടുണ്ട്. എവിടെ എത്തി? എന്താ നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ? ആർക്കും കുറഞ്ഞു കൊടുക്കൂല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടലും ചീറ്റലും തകരലുകളും വിവാഹമോചനങ്ങളും അതുപോലെ തന്നെ മസ്ലഹത്ത് ചർച്ചകളും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള മരണങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും അവിഹിതമായ ഇറങ്ങിപ്പോകലുകളും ഭർത്താവിനെ ഉറക്കിക്കിടത്തിയിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ കിടപ്പറ പങ്കിടുന്നു. ഭർത്താവ് ബെഡിലുണ്ടായിട്ട് തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഈ സ്മാർട്ട് ഫോണിൽ ദൂരെയുള്ളവരോട് ചാറ്റ് ചെയ്യുവാൻ മനസ്സ് കാണിക്കുന്ന ഭാര്യയെ അങ്ങോട്ട് തിരിച്ചു കിടത്തിയിട്ട് മറ്റുള്ളവരോട് ചാറ്റ് ചെയ്ത് രസിക്കുവാൻ അതിനു വേണ്ടി സമയം കാണുന്ന ഭർത്താവ്. എങ്ങനെയാണ് ആ കുടുംബത്തിൽ സമാധാനമുണ്ടാവുക? ആരെയും സഹിക്കാനാകുന്നില്ലല്ലോ. ജീവിതം എന്ന് പറയുന്നത് സിനിമയല്ല, അത് നോവലല്ല. ജീവിതം എന്ന് പറയുന്നത് ചില യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ ചില പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ പറ്റില്ല. അവിടെ നമ്മൾ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്ത് വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കണം. ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം, ചിലതൊക്കെ കേട്ടില്ലെന്ന് നടിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള കുടുംബജീവിതം. അതിന് നല്ല സഹനം വേണം, നല്ല ക്ഷമ വേണം. മകളെന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുമ്പോഴേക്ക് ഉമ്മ പറഞ്ഞു, എന്നാ പിന്നെ നീ ഇങ്ങോട്ട് പോര്, ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും നിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തിട്ടില്ല. കണ്ടോ, പെൺകുട്ടികളെ ചീത്തയാക്കുന്നു അവരുടെ ഉമ്മമാർ. ഉപദേശിക്കേണ്ട ഉമ്മമാര് പെൺമക്കൾ അവരെ വിവാഹം കഴിച്ച വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പരാതി പറയുമ്പോഴേക്ക് എന്നാ പിന്നെ നീ ഇങ്ങ് പോര്, എന്താ നിനക്കൊരു കുറവ്? ഇതാണ് ഇന്നത്തെ കാലഘട്ടം. ആർക്കും കുറഞ്ഞു കൊടുക്കൂല, സഹിക്കാൻ തയ്യാറില്ല.